ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ കുഴിച്ചു കുഴിച്ചു ചെന്നപ്പോ അവർക്ക് ചില സാധനങ്ങളൊക്കെ കിട്ടി. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? ആദ്യം ഞാനും അത് തന്നെയാണ് ചിന്തിച്ചത്. ഇതൊക്കെ സത്യത്തിൽ മേഡത്തിനോടാണോ പറയേണ്ടതെന്ന്. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ? എന്താ മോളെ? എനിക്ക് ബ്ലഡ് തന്നത് ആരാന്ന് അമ്മയ്ക്ക് അറിയാമോ? ഇല്ല. ആരാ? മോൾക്കറിയോ? അറിയാം. എന്റെ ഫ്രണ്ട് ഗൗരിയുടെ അമ്മയില്ലേ, സമൃദ്ധ ആന്റി. ആ ആന്റിയാ എനിക്ക് ബ്ലഡ് തന്നത്. ഓ, അഡ്വക്കേറ്റ് ഗോകുൽരാജിന്റെ ഭാര്യയോ? അമ്മ വരുന്നതിന് മുമ്പ് വരെ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ഒരുപാട് കാര്യം പറഞ്ഞു. നല്ല ആന്റിയാ. സത്യാണോ മോള് പറയുന്നേ? എങ്കിലേ അമ്മ അവരെ വിളിച്ച് ഒരു താങ്ക്സ് പറയാം. ആന്റി എന്തൊരു സ്നേഹത്തോടെയാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? ഹലോ. ഹലോ, ഇത് അവന്തികയല്ലേ? അതെ, ആരാ? ഞാൻ CI രാജീവ്. എനിക്ക് വളരെ അത്യാവശ്യമായി നിങ്ങളെ ഒന്ന് കാണണം. നിങ്ങളിപ്പോ എവിടെയാണ്? വീട്ടിലാണോ അതോ ഓഫീസിലാണോ? രണ്ടിടത്തും അല്ല. ഞാൻ മറ്റൊരു പേഴ്സണൽ കാര്യമായിട്ട് എൻഗേജ്ഡ് ആണ്. ഇന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് ഇന്ന് തന്നെ നിങ്ങളെ കണ്ടേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ സാർ, എന്റെ മോളുടെ ചില കാര്യങ്ങളുമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലാ. ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. എനിക്കൊരു 5 മിനിറ്റ് തന്നാ മതി. ബട്ട് അത് ഇന്ന് തന്നെ വേണം. നിങ്ങളുടെ പോലീസ് മുറ എന്റെ അടുത്ത് എടുക്കരുത്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത് എന്റെ പേഴ്സണൽ കാര്യത്തിനല്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ആൻ എൻക്വയറി. എന്ത് എൻക്വയറി? അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞു കാണാം. നോ, ഇന്ന് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പിന്നെ നേരെ വീട്ടിലേക്ക് വന്ന് പോലീസ് ജീപ്പിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരേണ്ടി വരും. അത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ കോടതി കയറി ഇറങ്ങാൻ മാത്രമേ സമയമുണ്ടാവൂ. എന്നെ കൊണ്ടത് ചെയ്യിക്കണോ? സാർ വന്നോളൂ, നമുക്ക് കാണാം. പോലീസിനോടാണ് അവളുടെ പണത്തിന്റെ ഹോങ്ക് കാണിക്കുന്നത്. സിസ്റ്ററെ, സമൃദ്ധയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? AB പോസിറ്റീവ്. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ് ആണല്ലോ. പിന്നെന്താ ഇതിൽ B പോസിറ്റീവ് എന്ന് എഴുതിയിരിക്കുന്നത്? അപ്പോ ഇത് എൻ്റേതല്ലേ? ആണല്ലോ, ഇതിൽ എഴുതിയിരിക്കുന്നത് സമൃദ്ധ എന്ന് തന്നെയാണല്ലോ. എന്താ ശരിക്കും സംഭവിച്ചത്?
ഹലോ മാഡം. മാഡം പേടിച്ചോ? ഹേ, നോക്കണ്ട, ഒറിജിനൽ പോലീസ് തന്നെയാ. CA രാജീവ്. ഹലോ, നൈസ് ടു മീറ്റ് യു. ഒരു കൈ തന്ന് പരിചയപ്പെടുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ പറയാനുള്ളത് പറഞ്ഞിട്ട് മതിയെന്നൊരു തോന്നൽ. സാറിന് എന്താ പറയാനുള്ളത്? ധൃതി പിടിക്കാതെ ഞാൻ പറയാം. എന്തായാലും മേഡത്തിന് കൂടി ഗുണമുള്ളൊരു കാര്യമാണ്. എനിക്ക് ഗുണമുള്ള കാര്യോ? അതെന്താ അത്? കുറച്ചു ദിവസങ്ങളായി ഇവിടെ അടുത്തൊരു പാറമടയിലെ പുരാവസ്തു വകുപ്പിന്റെ ഒരു എക്സ്കവേഷൻ നടക്കുകയായിരുന്നു. പണ്ടാരോ പാറ പൊട്ടിച്ച സ്ഥലമാണ്. അങ്ങനെ കുഴിച്ചു കുഴിച്ചു ചെന്നപ്പോ അവർക്ക് ചില സാധനങ്ങളൊക്കെ കിട്ടി. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? ആദ്യം ഞാനും അത് തന്നെയാണ് ചിന്തിച്ചത്. ഇതൊക്കെ സത്യത്തിൽ മേഡത്തിനോടാണോ പറയേണ്ടതെന്ന്. ഒടുവിൽ ഞാൻ തീരുമാനിച്ചു, മേഡത്തിനോട് പറഞ്ഞാലേ ഇതിനൊരു തുമ്പ് കിട്ടുന്നു. അല്ല, ഈ കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോ മേഡത്തിനത് ചിലപ്പോ മനസ്സിലാവും. എന്ത് സാധനങ്ങളാ കിട്ടിയത്? അതല്ലേ രസം. കിട്ടിയത് ഒരു മനുഷ്യന്റെ അസ്ഥികൂടം. കണ്ടോ, ഇപ്പം മേഡം ഞെട്ടി. അതിനെ അസ്ഥികൂടം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. 5-6 കഷ്ണം എല്ലും ഒരു തലയൊട്ടിയും 7 കൊല്ലത്തോളം പഴക്കമുണ്ട്. അതിന് ഞാനെന്ത് വേണം? പറയാം. കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് പോലീസിന്റെ ഫോറൻസിക് എക്സ്പേർട്സ് സൂപ്പർ ഇമ്പോസിംഗ് എന്ന വിദ്യയിലൂടെ ആളിന്റെ ഒരു രൂപം ഉണ്ടാക്കിയെടുത്തു.